അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? അപ്പു! അരുൺ നീട്ടി വിളിച്ചത് അപ്പുറത്തെ സൈഡിലൂടെ നടന്നു പോകുന്ന അപ്പു ആരതിയും തിരിഞ്ഞു നോക്കി. അരുണിനെ കണ്ട നിമിഷം അപ്പു വണ്ടികളെ പോലും നോക്കാതെ റോഡ് ക്രോസ് ചെയ്തു. നിനക്കെന്താ വണ്ടികൾ തന്നെ കണ്ണ് കാണുന്നില്ല അപ്പു? അരുൺ ദേഷ്യത്തിൽ ചോദിച്ചു. നിനക്കെന്താ പറ്റിയേ? മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ, നീ കരഞ്ഞ? അപ്പുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അരുൺ ചോദിച്ചു. ഞാൻ പറയും, നാളെ വീട്ടിൽ പോയി തല്ലാൻ പറ്റുമോ നിനക്ക്? മിനിമം ഒരു കൈയും കാലെങ്കിലും ഒടിയണം. അപ്പു പറയുന്ന കേട്ട ആരതി തലയിൽ കൈവച്ചു. അരുണാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കാണ്. നീ ഇതാരുടെ കാര്യം അപ്പു ഈ പറയണേ? എന്താ നിനപ്പുണ്ടായേ? ഞാൻ പറയാറുന്നേട്ടാ, ഇന്ന് ക്ലാസ്സിൽ വെച്ച് ഇവള് അനഘ എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് വഴക്കുണ്ടായി. അതിന്റെ പേര് വൈകുന്നേരം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവളുടെ ഏട്ടനെ കൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. വെറുതെ അവളോട് വഴക്കിന് വരണ്ടായിരുന്നു, ഇനി ഇങ്ങനെ ഉണ്ടായി ആ കോളേജിൽ പോലും പഠിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം തുടങ്ങിയത് ഇവളുടെ കരച്ചിലും ബഹളവും. മാനേജ്മെന്റിന്റെ ആളായത് കൊണ്ടുള്ള അഹങ്കാരം അവർക്ക്. അങ്ങനെ എന്നെ വെല്ലുവിളിച്ചിട്ട് അവൻ ഞെളിഞ്ഞു നടക്കണ്ട. നീ ഇതെന്തൊക്കെയാ പോയി പറയണേ? ഈ നിസാര കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓവർ റിയാക്ഷൻ കാണിക്കല്ലേ, അതങ്ങ് വിട്ടുകളാ. അരുൺ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. നീ എൻ്റെ ഏട്ടനാണെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി അവൻ്റെ കയ്യും കാലും ഓടിച്ചതിന് ശേഷം നീ എന്നോട് സംസാരിക്കാൻ വന്നാൽ മതി. അപ്പു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് വീട്ടിലേക്ക് നടന്നു. പിന്നാലെ അരുണിനെ ദയനീയമായി ഒന്ന് നോക്കി ആരതിയും. അപ്പു ഡാ, ഞാൻ വീട്ടിലേക്ക് ആക്കി തരണോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നമുക്ക് നാളെ ലീവാക്കിയാലോ? ആരതി ചോദിച്ചു. എന്തിന്? എന്നിട്ട് ആനങ്ക കരുതി അവളെ പേടിച്ചിട്ട് ലീവ് എടുത്താണെന്ന്. അതുകൊണ്ട് നാളെ എന്തായാലും ക്ലാസ്സിൽ പോകണം. അപ്പോൾ ആശയോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. അല്ലെങ്കിലും കഷ്ടകാലം വരുമ്പോൾ എല്ലാം ഒരുമിച്ച് വരും. ഇനി ആ കൊച്ചൻ ചികിത്സയ്ക്ക് വേണ്ടി എവിടെ നിന്ന് പണം കണ്ടെത്തുന്ന തോന്നണേ, അമ്മ പറഞ്ഞു. എന്തായാലും അവൻ്റെ അമ്മ സഹായിക്കുന്നു തോന്നുന്നില്ല. അവൻ്റെ കല്യാണം കഴിഞ്ഞാടെ അവർക്ക് ദേഷ്യമായില്ലേ. അച്ഛൻ്റെ പൈസ അവൻ വാങ്ങിക്കുകയില്ല, അച്ഛൻ പറഞ്ഞു. 1 കോടി എന്നൊക്കെ പറഞ്ഞാ എങ്ങനെ ഉണ്ടാക്കാനാ? ചികിത്സിക്കാണെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന ഡോക്ടർ തിരികെയും പോവും, അമ്മ പറഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ സംസാരം കേട്ടാണ് അപ്പു വീട്ടിലേക്ക് വന്നത്. എന്തമ്മ, എന്തുണ്ടായി? ആരാ ഹോസ്പിറ്റലില്? അതൊന്നും പറയാതിരിക്കണേ കുഞ്ഞ് നല്ലത്. മൗനരാഗത്തിലെ കല്യാണക്ക് ശബ്ദം തിരികെ കിട്ടാനേ വിദേശത്തു നിന്ന് ഡോക്ടർ വന്നിട്ടുണ്ട്. 1 കോടി രൂപ ആണെന്ന് പറയണേ. പാവം കിരമ്മ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ, അച്ഛൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ പ്രാന്താണ്. മാങ്ങാണ്ടി പോയ അണ്ണാനെ പോലെ 2 കൂടി ഇരുന്ന് കണ്ട് ഞാൻ എന്താ പറ്റിയെന്ന് കരുതി. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ സീരിയൽ കഥ ഇരുന്ന് പറയാതെ അപ്പാശുവിനെ പുല്ലരിഞ്ഞു കൊടുത്തൂടെ, അപ്പു ദേഷ്യത്തിൽ പറഞ്ഞകത്തേക്ക് കയറി. ഡേ പെണ്ണെ, അധികം ഭരിക്കാൻ വന്നാണ്ടല്ലോ. ഇത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീടാ. ഇവിടെ ഇരുന്ന് ഞങ്ങൾ സിനിമ കഥ പറയും, സീരിയൽ കഥ പറയും. അതിന് നിനക്കെന്താ, അമ്മ പറഞ്ഞു. അതിന് കുന്തം. വീട്ടിൽ കയറി വന്ന മനുഷ്യനൊരു സമാധാനം തരില്ല. അവൾ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ മട്ടും ഭാവം കണ്ട് അച്ഛനും അമ്മയും അന്തം വിട്ടിരുന്നു. പതിവ് പോലെ രാത്രി പാട്ടും കേട്ട് നീലൻ ഉമ്മറത്തിരിക്കുമ്പോഴാണ് പതിവില്ലാത്ത ഭാനുമ്മയുടെ കോൾ വന്നത്. ഉറങ്ങിയോ നീല? ഇല്ല വല്ലമ്മ, കിടക്കാറാവുന്നേ ഉള്ളൂ. എന്റെ വിശേഷിച്ച്? ഇന്നലെ നമ്മുടെ ബ്രോക്കർ ശങ്കരൻ വിളിച്ചിരുന്നു. എറണാകുളത്ത് ആ കുട്ടിയെ കണ്ട് നമ്മൾ ഒന്ന് പറഞ്ഞിരുന്നില്ലല്ലോ, അതന്വേഷിക്കാൻ വിളിച്ചതാ. ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം ശങ്കരനോട് പറഞ്ഞു. ശങ്കരൻ ആ കുട്ടിയുടെ വീട്ടിലറിയിക്കാന്ന് പറഞ്ഞു. അവര് വലിയ തറവാട്ടുകാരല്ലേ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ആ കുട്ടിയുടെ അച്ഛൻ ശങ്കരന്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി എന്നെ നേരിട്ട് വിളിച്ചിരിക്കുന്നു. നമ്മുടെ ബാധ്യതകളൊന്നും അവർക്ക് പ്രശ്നമില്ല എന്ന്. അവർ ചെറുക്കൻ്റെ സ്വഭാവം തറവാട്ടു മഹിമയും മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ആലോചനയിൽ അവർക്ക് താല്പര്യമുണ്ടെന്ന്. അത് കേട്ട് നീല ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. എന്താ കുട്ടി, നിനക്കൊരു സന്തോഷമില്ലാത്ത? എടിപിടിന്നൊരു തീരുമാനം എടുക്കണ്ട. എല്ലാം നന്നായി അന്വേഷിച്ച അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് പറയും. ഒരു പെൺകുട്ടിയുടെ ജീവിതം പ്രശ്നമല്ലേ. പിന്നെ നമ്മുടെ തെക്കല ഗോവിന്ദമാഷിന്റെ ഒരു വാടക വീട് കിട്ടിയിട്ടുണ്ട്. ഓട് വീടാണെങ്കിൽ അത്യാവശ്യം വലിപ്പം സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാം ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. തറവാട് വിൽക്കണോ നീല? വേണമില്ലമ്മ എനിക്ക്. അല്ലെങ്കിൽ എന്തിനാ ഇത്രയും വലിയ വീടൊക്കെ? ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്നാ ശരി, വലിയമ്മ കോള് വെച്ചോളൂ, സമയം ഒരുപാടായില്ലേ. മറ്റു സംസാരങ്ങൾക്ക് നിൽക്കാതെ നീലം വേഗം കോൾ അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ എന്നോട് മിണ്ടാൻ പേരുണ്ട അരുണ്. നീ ചേട്ടനെ കയറിയിട്ട് പേര് വിളിക്കുന്നാടി. നീ എന്നെ ഒരനീതിയായി കാണാത്ത പക്ഷം ഞാൻ നിനക്ക് ഒരു ബഹുമാനം തരില്ല. തിന്തു വാശപ്പോ, ആ ചെറുക്കനെ പോയി തല്ലണമെന്നല്ലേ ഉള്ളോ? അതൊക്കെ ക്ലബിലെ പയ്യന്മാരോട് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. പാലിച്ചാൽ നിനക്ക് നല്ലത്. ഇന്നലെ നീലൻ തന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് രാവിലെ അപ്പു പാല് കൊടുക്കാൻ പോയപ്പോൾ ഉമ്മറത്ത് നീല ഇരിക്കുന്ന കണ്ടുവെങ്കിലും അത് ശ്രദ്ധിക്കാതെ പാല് പാത്രത്തിൽ ഒഴിച്ച് തിരികെ നടന്നു.
അപൂർണ നടന്നിന്നേ. നീലന്റെ വിളി വന്നു. എന്താ? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. എടോ സോറി, ഞാൻ ഇന്നലെ കാര്യം അറിയാതെ തന്നെ വഴക്ക് പറഞ്ഞു. ഐ എം റിയലി സോറി. അവൻ തൻ്റെ ചെവിയിൽ പിടിച്ചു പറഞ്ഞതും അപ്പു ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു.